കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. വിദ്യാർത്ഥികളുടെ പഠന മികവും സർഗാത്മകതയും ഒത്തുചേർന്ന വേദി ചിറ്റണ്ട ജ്ഞാനോദയം യു പി സ്കൂളിൽ വിപുലമായ പരിപാടികളോടെ പഠനോത്സവം സംഘടിപ്പിച്ചു. വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ ആദരിച്ച ചടങ്ങിൽ പഠന പ്രദർശനവും രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസും ഒരുക്കിയിരുന്നു. വിദ്യാർത്ഥികളുടെ അക്കാദമിക് മികവുകൾ പ്രദർശിപ്പിക്കുവാനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ചിറ്റണ്ട ജ്ഞാനോദയം യു പി സ്കൂളിൽ സംഘടിപ്പിച്ച പഠനോത്സവം ശ്രദ്ധേയമായി. സ്കൂൾ മാനേജർ എം നന്ദീഷ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യം മരണപ്പെടുന്നതാരാ? യുദ്ധത്തിന്റെ ഇരകളായപ്പെടുന്നതാരാ? കുട്ടികളാണ്. കുട്ടികളാണ് ഏറ്റവും കൂടുതൽ മരണപ്പെടുന്നതാണ് അറിവ്, അല്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിലൂടെ കണ്ടതല്ലേ? അപ്പൊ ഏറ്റവും ആദ്യം ഇരയായപ്പെടുന്നത് കുട്ടികളാണ്. അതുപോലെ തന്നെ വനിതകളാണ്, സ്ത്രീകളല്ലേ? സ്ത്രീകളും കുട്ടികളുമാണ് ഏറ്റവും കൂടുതൽ യുദ്ധത്തിന്റെ ഇരയാകപ്പെടുന്നത്. അത് നമുക്ക് പുതിയ സാഹചര്യത്തിലുള്ള അറിവല്ല. ഈ കാലങ്ങളായിട്ട് നമ്മുടെ നാടിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്ര കുട്ടികളെ അവര് ചൂഷണം ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ കൊല ചെയ്യപ്പെടുന്നത് മനസ്സിലാക്കിയിട്ടില്ല. ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള അവരാണ് ദുർബലര്. അവരെ ഇല്ലാതാക്കിയ ആ നാടിന്റെ മുന്നോട്ട് പോകിനെ കൂടുതൽ ഇല്ലാതാക്കാൻ കഴിയും. അപ്പോ വേദനിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്, ആ നാടിന്റെ പൊതുവായിട്ടുള്ള വികാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. യുദ്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നത് യുദ്ധത്തിന്റെ കാരണങ്ങളൊക്കെ പലതായിരിക്കാം. PTA പ്രസിഡന്റ് EM വിനോദ് അധ്യക്ഷത വഹിച്ചു. എരുമപ്പെട്ടി PHC കൗൺസിലർ റിൻറ്റു മുഖ്യ അതിഥിയായി പങ്കെടുത്തു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, സീനിയർ അധ്യാപിക CA ലൂയിസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഹരിതസേന സ്കോളർഷിപ്പ്, ഇക്കോസൺസ് സ്കൂൾ തല വിജയികൾ എന്നിവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. അല്ലാമ ഇക്ബാൽ ഉറുദു ടാലന്റ് ടെസ്റ്റിലെ സംസ്ഥാനതല വിജയികളെയും ചടങ്ങിൽ ആദരിച്ചു. പഠന പ്രദർശനത്തോടൊപ്പം രക്ഷിതാക്കൾക്കായി പ്രത്യേക ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. SRG കൺവീനർ സൗമ്യ, ചടങ്ങിൽ സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് VP പ്രിയ എന്നിവർ സംസാരിച്ചു.